ചേർത്തല തിരോധാന കേസിൽ ക്രൈംബ്രാഞ്ച് സംഘം വീണ്ടും ചേർത്തലയിൽ. പള്ളിപ്പുറത്തെ സെബാസ്റ്റ്യന്റെ വീട്ടിൽ പരിശോധന നടക്കുകയാണ്. കോട്ടയം ക്രൈംബ്രാഞ്ച് സംഘമാണ് പരിശോധന നടത്തുന്നത്. വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുന്നു. സുധീഷ്, സെബാസ്റ്റ്യനെ ഈ കേസിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചോദ്യം ചെയ്യുമ്പോൾ വലിയ നിലയിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. പള്ളിപ്പുറത്തെ സെബാസ്റ്റ്യന്റെ വീട്ടിൽ കൂടുതൽ പരിശോധന നടക്കുന്നു. കൂടുതൽ സ്ത്രീകളുടെ തിരോധാനത്തെ സംബന്ധിച്ച വലിയ തെളിവുകൾ ഈ വീടിൻ്റെ സമീപത്ത് നിന്ന് കണ്ടെത്തിയിരുന്നു. എന്തായാലും കോട്ടയം ക്രൈംബ്രാഞ്ച് സംഘം ഇപ്പോൾ വീണ്ടും പരിശോധന നടത്തുകയാണ്. കൂടുതൽ വിവരങ്ങൾ സുധീഷ് ഗോപാൽ. വിനോദ്, ഏറ്റുമാനൂർ സ്വദേശിനിയായ ജൈനമ്മയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് കോട്ടയം ക്രൈംബ്രാഞ്ച് നടത്തുന്നത്. ഇതിന്റെ ഭാഗമായാണ് ഇപ്പോൾ വീണ്ടും പള്ളിപ്പുറത്തെ സെബാസ്റ്റ്യന്റെ വീട്ടിലെത്തി ക്രൈംബ്രാഞ്ച് സംഘം തെളിവെടുപ്പ് നടത്തുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ തെളിവെടുപ്പിന്റെ തുടർച്ച എന്ന രീതിക്ക് തന്നെയാണ് ഇന്നും തെളിവെടുപ്പ് നടക്കുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഇവിടെ നിന്നും നേരത്തെ ശേഖരിച്ച രക്തസാമ്പിൾ അത് ജൈനമ്മയുടേതെന്ന് പരിശോധനയിൽ തിരിച്ചറിഞ്ഞിരുന്നു. ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇന്ന് വന്ന ആ രക്തക്കറ കണ്ട ഭാഗത്തെ മെഷർമെന്റുകൾ അടക്കം രേഖപ്പെടുത്തുന്ന നടപടികൾ കൂടി ഇന്ന് നടത്തുന്നത്. കഴിഞ്ഞ ദിവസം സെബാസ്റ്റ്യനെ കസ്റ്റഡി കാലാവധി പൂർത്തിയാക്കി തിരികെ ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് വിട്ടിരുന്നു. അതിനുള്ളിൽ നിരവധി ചോദ്യം ചെയ്യലുകൾ പൂർത്തിയാകുകയും തെളിവെടുപ്പുകൾ വിവിധ സ്ഥലങ്ങളിൽ എത്തിച്ച് നടത്തുകയും മറ്റും ചെയ്തിരുന്നു. ഡിസംബർ 23-നാണ് ജൈനമ്മയെ കാണാതാവുന്നത്. അന്ന് വൈകിട്ട് തന്നെ ചേർത്തല ടൗണിലുള്ള ഒരു ഗൃഹോപകരണശാലയിൽ നിന്നും ഫ്രിഡ്ജ് വാങ്ങിയിരുന്നതായി 17,000 രൂപ കൊടുത്ത് ഫ്രിഡ്ജ് വാങ്ങിയിരുന്നതായി സ്ഥിരീകരിച്ചു. അതോടൊപ്പം തന്നെ ജൈനമ്മയുടെ സ്വർണം പണയം വെച്ചും വിറ്റും പണം വാങ്ങിയ എല്ലാം നേരിട്ടെത്തിച്ചും തെളിവെടുപ്പ് നടത്തിയിരുന്നു. ഇതിന്റെ എല്ലാം തുടർച്ചയായുള്ള വീട്ടിലെ പരിശോധനയിലും മറ്റുമാണ് ശരീര അവശിഷ്ടങ്ങളടക്കം കണ്ടെത്തിയത്. അതിന്റെ തുടർച്ചയായി നടന്ന തെളിവെടുപ്പിൽ തന്നെയാണ് വീടിനുള്ളിൽ നിന്നും രക്തക്കറ കണ്ടത്. ആ സാമ്പിളുകൾ വിദഗ്ധ പരിശോധനയ്ക്ക് അയച്ച ഫലം ലഭിച്ചപ്പോഴാണ് അത് ജൈനമ്മയുടേതെന്ന ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇത് കേസിലേറെ നിർണായകമാണ് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതേ സാഹചര്യത്തിൽ ഇതുവരെയും ജൈനമ്മ ഉപയോഗിച്ചിരുന്ന ഫോൺ കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടില്ല എന്നതാണ് നമുക്കറിയാൻ കഴിയുന്നത്. ജൈനമ്മയുടെ ഫോണിന്റെ ടവർ ലൊക്കേഷൻ ഏറ്റവും അവസാനം പള്ളിപ്പുറത്തായിരുന്നു എന്ന് സ്ഥിരീകരിച്ചിരുന്നു. സൈബർ സെല്ലിന്റെ സഹായത്തോടെ അത്തരമൊരു സ്ഥിരീകരണം ഉണ്ടായതിന് പിന്നാലെയായിരുന്നു ഇവിടുത്തെ പള്ളിപ്പുറത്തെ സെബാസ്റ്റ്യന്റെ വീട്ടിലും പറമ്പിലും പരിശോധന നടത്തിയത്. അതിൽ നിന്നുമാണ് കഴിഞ്ഞ 28-ാം തീയതി ആദ്യമായി ഈ ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. തുടർന്നുള്ള പരിശോധനയിൽ വീണ്ടും അവിടെ നിന്നും അസ്ഥി കഷ്ണങ്ങൾ കണ്ടെത്തിയിരുന്നു. എന്നാൽ ഇത് ആരുടേതെന്ന DNA പരിശോധനാ ഫലം ഇതുവരെ ലഭിച്ചിട്ടില്ല. എന്തുതന്നെയായാലും ജൈനമ്മയുടെ തിരോധാനം കൊലപാതകമായി തന്നെ രജിസ്റ്റർ ചെയ്താണ് ഇപ്പോൾ കോട്ടയം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നത്. ഇതേ സാഹചര്യത്തിൽ ആലപ്പുഴയിൽ നിന്നും 3 പേരുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട അന്വേഷണം ആലപ്പുഴ ക്രൈംബ്രാഞ്ചും ലോക്കൽ പോലീസും നടത്തുകയാണ്. ബിന്ദു പത്മനാഭൻ, അതോടൊപ്പം തന്നെ ഐഷ, മറ്റൊരാൾ സിന്ധു, അങ്ങനെ 3 പേരുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലാണ് സെബാസ്റ്റ്യൻ സംശയനിഴലിൽ ഉള്ളത്. ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ ഈ പരിശോധന നടക്കുന്നത്. വിനോദ്, തീർച്ചയായും കോട്ടയം ഏറ്റുമാനൂർ സ്വദേശിനി ജൈനമ്മയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടാണ് ചേർത്തലയിൽ സെബാസ്റ്റ്യന്റെ വീട്ടിൽ വീണ്ടും ക്രൈംബ്രാഞ്ച് സംഘം പരിശോധന തുടരുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു സുധീഷ് ഗോപാൽ.